കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധി അതിരൂക്ഷമാകുന്നു. ഇന്നും DCC ഓഫീസിന് മുന്നിൽ വീണ്ടും പോസ്റ്റർ പതിച്ചു. അനിൽ അക്കരെ, MP വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയാണ് പോസ്റ്റർ. അനിൽ അക്കരെ BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപിക്കുന്നു. വിവരങ്ങളുമായി തിയോഫിൻ ഇപ്പോൾ ചേരുകയാണ് അവിടെ നിന്ന്. തിയോഫിൻ, DCC ഓഫീസിന് മുന്നിലാണോ ഈ പോസ്റ്റർ പതിച്ചിട്ടുള്ളത്? തീർച്ചയായും ശരത്ത്, DCC ഓഫീസിൻ്റെ മുൻവശത്തുള്ള 2 തൂണുകളിലായാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇത് 3-ാം ദിവസമാണ് ഇപ്പോൾ ഒരു പോസ്റ്റർ പ്രതിഷേധമെന്ന് നമുക്ക് പറയാം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ആദ്യത്തെ പോസ്റ്റർ ഈ തൂണുകളിൽ പതിച്ചിരുന്നു. ഇന്നലെ പോസ്റ്ററുമായി ഒരു ഒറ്റയാൾ സമരം നടന്നിരുന്നു. ഇന്ന് ഇതാ വീണ്ടും രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്തായാലും തൃശ്ശൂരിലെ DCC നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നത് വ്യക്തമാണ്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധങ്ങൾ അവസാനിച്ചിട്ടില്ല. തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾ വന്നിരിക്കുന്നു. ഇനി എന്തായാലും ഒരു നടപടി ഉണ്ടാകണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കൃത്യമായി തന്നെ പേരെടുത്ത് പറഞ്ഞ്, ഇതിനു മുൻപുള്ള കാലങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ വന്നത് പലപ്പോഴും പേര് പറഞ്ഞിട്ടില്ല, നേതൃത്വം എന്ന് ചുരുക്കി പറഞ്ഞു പോവുകയായിരുന്നു. ഇപ്പോൾ വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞാണ് പോസ്റ്ററുകൾ. പ്രതിഷേധത്തിലും കൃത്യമായി തന്നെ ഓരോ വ്യക്തിയുടെയും പേര് പറഞ്ഞാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. കാരണം മുൻപുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴും പലരെയും വെട്ടിനിരത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വളരാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥാനം അർഹിക്കുന്നവർക്ക് സ്ഥാനം കൊടുക്കാതെ മറ്റുള്ളവരെ മത്സരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള സംഭവങ്ങളുടെ എല്ലാം തുടർച്ചയായാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തെ കാണേണ്ടത്. എന്തായാലും കെ മുരളീധരൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള ഒരു ചരട് വലിയ അത് കൃത്യമായി നടന്നതായി ഈ കണക്കുകൾ തന്നെ വ്യക്തമായ സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ തുടർ പ്രതിഷേധങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്നാണ്. പരസ്യമായി കൂട്ടത്തോടുള്ള ഒരു പ്രതിഷേധത്തിന് വന്നിട്ടില്ലെങ്കിൽ കൂടി തങ്ങളുടെ പ്രതിഷേധം ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു വിഭാഗത്തിന് ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് അറിയിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പോസ്റ്ററുകൾ. ഇന്ന് ഈ പോസ്റ്ററിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ MP വിൻസെൻറ്റിനെതിരെയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെയും TN പ്രതാപനെതിരെയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അനിൽ അക്കരയുടെ പേര് കൂടി ഇവിടെ വന്നിരിക്കുന്നു. അനിൽ അക്കരയും ഈ കോക്കസിൽപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക ഒരു നെക്സസ് ഉണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലൊരു നെക്സസിൽപ്പെട്ട ആളാണ് അനിൽ അക്കര എന്ന് തന്നെയാണ് കരുതുന്നത്. ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തകരുടെ ഉള്ളിൽ നിന്നുള്ള അഭിപ്രായം. ഓഫ് ദ റെക്കോർഡ് അവർ പറയുന്നത് ഇവരെല്ലാം ചേർന്നുള്ള ഒരു സംഘം, ഇവരാണ് ഇപ്പോൾ തൃശ്ശൂർ കോൺഗ്രസിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഇവരുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് പലരും പ്രതിഷേധം നേരത്തെ അറിയിക്കാത്തത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കെ മുരളീധരനെ വരെ തോൽപ്പിക്കാവുന്ന രീതിയിലേക്ക് ഇവർ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. എന്തായാലും ഇതിൻ്റെ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങളും മറ്റ് കാര്യങ്ങളും എന്തായാലും ഇതിനെ തുടർന്ന് ഇനി വീണ്ടും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നലെ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയ ഇസ്മായിൽ പറഞ്ഞത് തുടക്കം മാത്രമാണിത്, ഇനിയും ഉണ്ടാകും പ്രതിഷേധങ്ങൾ. എല്ലാവരുടെയും പ്രതിഷേധം അറിയിക്കുന്ന ഇത് നോക്കൂ, ഇതിനകത്ത് ഈ പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുൻപിലെ മതിലാണോ? അത് കീറിക്കളയാനും ഒക്കെ ആരൊക്കെയോ പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് അത്രമേൽ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലെ വാചകങ്ങളൊക്കെ അങ്ങേയറ്റം മാരകമാണ്. ഈ നേതാക്കളെ ഏറ്റവും അധികം വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ. സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെങ്കിൽ പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നവർ എന്ന നിലയിലൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്, ഈ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഈ നോട്ടീസുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അനിൽ അക്കരെയൊക്കെ എല്ലാത്തിലും പ്രതികരിക്കുന്ന ആളാണ്. ഇത്തരം ഒരു അവസ്ഥയെക്കുറിച്ച്, ഇത്തരം വിമർശനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനെതിരെ തന്നെ ഗുരുതര ആരോപണം ഇപ്പോൾ കോൺഗ്രസ് ബ്രിഗേഡെന്നോ മറ്റോ ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവരുടെ പേരിലാണ് ഈ നോട്ടീസ്, ഈ പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരാരെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നുണ്ടോ? MP വിൻസെൻ്റ് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, മിണ്ടുന്നുണ്ടോ, പ്രതികരിക്കുന്നുണ്ടോ? അനിൽ അക്കരെ വല്ലതും പറഞ്ഞോ? ഇതുമായി ബന്ധപ്പെട്ട് ഇവരൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്ത് പ്രതികരിക്കുമെന്നതൊരു വലിയ വിഷയമാണ് ശരത് ഇക്കാര്യത്തിൽ. കാരണം ഇത് കൃത്യമായ കണക്കുകൾ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. കാരണം നേരത്തെ അവർ വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഒരു പരാജയം മുരളീധരൻ ഉണ്ടാകുമായിരുന്നില്ല. തന്നെയുമല്ല, മുരളീധരന് നഷ്ടപ്പെട്ട വോട്ടുകളും ഈ സുരേഷ് ഗോപി നേടിയ വോട്ടുകളും ടാലി ആവുന്നുണ്ട്. നോക്കൂ, 85,000-ഓളം വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ 75,000-ഓളം വോട്ടുകൾക്ക് കെ മുരളീധരൻ, സുരേഷ് ഗോപി അവിടെ വിജയിക്കുന്നു. അപ്പോൾ കൃത്യമായി എവിടെ കുറഞ്ഞു എവിടെ കൂടി എന്നത് എല്ലാവർക്കും വ്യക്തമായ സാഹചര്യത്തിലാണ് ഇവർ പ്രതിസന്ധിയിലായത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ന്യായീകരണങ്ങൾക്ക് ഇതുവരെ നിന്നിട്ടില്ല. പക്ഷേ ജില്ലാ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ ജോസ് വള്ളൂരിന് ഇത് നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്.
എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനി ഇവർക്ക് പ്രതികരിക്കേണ്ടി വരും. ശക്തമായ പ്രതിഷേധം ശരി, കോൺഗ്രസ് ഏതായാലും ഇന്ന് ഇവരിൽ നിന്നടക്കമുള്ള അവർ തന്നെ കൂടുതൽ ഒരു- പ്രതികരണങ്ങൾ ഇപ്പോൾ തിയോഫിൻ പറഞ്ഞതുപോലെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ തേടേണ്ടതായി വരും. സ്വാഭാവികമായും ഇതിനോട് പ്രതികരിക്കാൻ അവർ നിർബന്ധിതരാകും. അത്ര വലിയ വിമർശനം കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായ കനത്ത പരാജയം, തൃശ്ശൂരിലുണ്ടായ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ആ പാർട്ടിക്കുള്ളിൽ തന്നെയാണ്, ആ പാർട്ടിയിലെ നേതൃത്വമാണ്, ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കുന്നവരിൽ തന്നെ ആരോപിച്ചുകൊണ്ട് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ രംഗത്ത് വരുന്നു. കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിലാണ് ഇപ്പോൾ DCC ഓഫീസിന് മുമ്പിൽ ഈ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ് ഗുരുതര ആരോപണങ്ങളുമായി നോട്ടീസുകൾ പതിച്ചിട്ടുള്ളത്.